ഒരു നമ്പർ 2 വാഹനങ്ങൾക്ക് ഉപയോഗിച്ചത്. ഈ വാഹനങ്ങൾക്കെതിരെയാണ് പോലീസ് നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുന്നത്. ഇത് എന്ത് നീതിയും എന്ത് ന്യായവും ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കോട്ടയം പാമ്പാടിയിൽ ഒരേ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 2 ഇന്നോവ കാറുകൾ സർവീസ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. ഈ 2 വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുകയും പാമ്പാടി പോലീസിന് കൈമാറുകയും ചെയ്തതാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തുടർ നടപടികൾ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് 10,000 രൂപ പിഴ ചുമത്തുകയും വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ഇന്നോവ കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കേസെടുക്കാതെ ഈ 2 വാഹനങ്ങളും പാമ്പാടി പോലീസ് വിട്ടുകൊടുത്തു എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. കോട്ടയത്തെ ഒരു യുവ MLAയുടെ സ്വാധീനത്താലാണ് പോലീസ് ഈ വാഹനങ്ങൾ വിട്ടുകൊടുത്തതെന്നുള്ളതാണ് ആക്ഷേപം. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ആദ്യം പരാതിയുമായി മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ച കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള മനോജ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയമാണ്. അതായത് ഒരു നമ്പർ 2 വാഹനങ്ങൾക്ക് ഉപയോഗിച്ചത്. അത് മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായിട്ട് അവരുടെ നടപടികൾ പൂർത്തീകരിച്ച് പാമ്പാടി പോലീസ് സ്റ്റേഷനിൻ്റെ പരിധിയിലായിരുന്നു അത് കടന്നത്. എന്നാൽ പാമ്പാടി പോലീസ് ഇത്രയും വലിയ കുറ്റകൃത്യം നടന്നിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ക്രൈം നടന്നിട്ട് ആ പോലീസ് എന്തുകൊണ്ട് ഇത് നടപടിയെടുക്കാതെ ഈ വാഹനം വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പാമ്പാടി പോലീസ് ഇത് കേസെടുക്കാതെ ഉടമയായ ലിജു കക്കുഴി എന്ന് പറയുന്ന വ്യക്തിക്ക് വിട്ടുകൊടുത്തെന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. അതിൽ അദ്ദേഹത്തിനെ പിന്തുണച്ചതല്ലേ, അദ്ദേഹത്തിനൊരു സഹായഹസ്തവുമായി വന്നത് കോട്ടയത്തെ ഒരു യുവ MLA ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ MLAയുടെയും ഇതുപോലുള്ള രാഷ്ട്രീയക്കാരുടെയൊക്കെ സ്വാധീനമുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ക്രൈമിനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതല്ലേ ഇന്നിപ്പോൾ പാമ്പാടി പോലീസ് നമ്മുടെ മുന്നിൽ കാട്ടിത്തന്നിട്ടുള്ളത്. ഇനി ഇവർ പറയുന്നത് ഇതിന് പരാതി ഇല്ലെന്നാണെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുടെ പരാതികൾ അവിടെ എത്തും. അവിടെ മാത്രമല്ല SP-യിലും DGP-യിലും എല്ലാം ഈ പരാതി എത്തും. കാരണം ഇനി പരാതിയില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് പാമ്പാടി പോലീസ് ഈ ഒരു വലിയ ക്രൈം ഒഴിവാക്കാമെന്നുള്ള ഒരു ആഗ്രഹം എന്താണേലും അവർക്ക് വേണ്ട. അതിനി ഏതറ്റം വരെ പോകണമെങ്കിലും ആ അറ്റം വരെ പോകും. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയിപ്പം പോലീസിൻ്റെ ഭാഗത്തും നീതിയില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ തന്നെ ഈ വിഷയമായി സമീപിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. നാളെ ഞാനും ഇതുപോലെ പാമ്പാടി സ്റ്റേഷൻ്റെ പരിധിയിൽ കൂടെ ഒരേ നമ്പർ പ്ലേറ്റ് വെച്ചുകൊണ്ട് 2 വാഹനം ഓടിച്ചാൽ ഇവർ നടപടിയെടുക്കാതിരിക്കുമോ? നമ്മുടെ ചോദ്യമാണ്. കാരണം അപ്പം സാധാരണക്കാർക്ക് മറ്റൊരു നിയമവും ഇതുപോലെ MLAയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയൊക്കെ സ്വാധീനമുള്ളവർക്ക് വേറൊരു നിയമമാണോ പാമ്പാടി പോലീസ് നടപ്പാക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണേലും അതിനൊന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. കാരണം ഇവിടെ ഒരു നിയമമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. അതിനെ കൃത്യമായിട്ട് പാലിക്കേണ്ട നിയമപാലകർ ഇവിടെ നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എന്താണേലും ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ ഇവിടെ ഉണ്ടാവും. നിലവിൽ ഈ വണ്ടി 2 മീനടം സ്വദേശിയുടെയാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ പേരിലും ലിജു കക്കുഴി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലും ഒന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലുമാണ്. ഇതിൽ ഈ ടാക്സി വാഹനത്തിന് നിലവിൽ ഫിറ്റ്നസ്സുമില്ല, പൊല്യൂഷനുമില്ലാത്തൊരു വാഹനമാണ്. എന്നാൽ ഈ നമ്പർ മാറ്റി വെക്കപ്പെട്ട പ്രൈവറ്റ് വാഹനം അതിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ വാഹനങ്ങൾക്കെതിരെയാണ് പോലീസ് നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുന്നത്. ഇത് എന്ത് നീതിയും എന്ത് ന്യായവും ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്താണേലും ഇവിടുത്തെ നിയമവ്യവസ്ഥകളൊക്കെ ഇതുപോലെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനെ ഈ രാഷ്ട്രീയ സ്വാധീനങ്ങൾ അത് വളരെയേറെ പ്രതിഫലിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിപ്പോൾ ഈ പാമ്പാടി പോലീസ് ഈ വാഹനം ഒരു നടപടിയെടുക്കാതെ വിട്ടുകൊടുത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും നിങ്ങൾ പരാതി പോലീസിനും അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്കടക്കം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഇവിടുത്തെ ജില്ലയുടെ ഭാഗമായ നേതൃത്വം പാമ്പാടി പോലീസിലും അതുപോലെ തന്നെ SP-ക്കും DGP-ക്കും ഇത് രേഖാമൂലം പരാതികൾ സമർപ്പിക്കും. അവിടെ നിന്നും നമുക്ക് നീതി കിട്ടാതെ വന്നാൽ നിലവിൽ നമ്മൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് ഇത് നമ്മൾ ക്ലബ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കോടതിയെ നമ്മൾ ധരിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ വക്കീൽ മുഖാന്തരം. 2 വാഹനങ്ങൾക്കെതിരെയും തുടർ നടപടികൾ തുടരുകയാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അതേസമയം തന്നെ ഈ വാഹനങ്ങൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ പോലീസ് ഈ വാഹനങ്ങൾ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. എന്താണെങ്കിലും ഈ സംഭവത്തിൽ പരാതികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നത്. കോട്ടയം പാമ്പാടിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.